ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ദേ ഞാൻ ഇന്നൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താവും എന്ന് നമുക്ക് നോക്കാം. നല്ല ടെൻഷനുണ്ട്, കുളമായി പോകുമോ എന്തോന്ന് നല്ല ടെൻഷനുണ്ട്. ഓവനൊന്നുമില്ല, കുക്കറിലാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് മൈദ ഇങ്ങനെ അരിച്ചെടുക്കുമ്പം അതിനകത്ത് കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുത്തിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആ മൈദയിലിട്ടിട്ട് അതിങ്ങനെ അരിച്ചെടുക്കുവാണ്. അപ്പോൾ ദേ എൻ്റെ ഹെൽപ്പർ എത്തിയിട്ടുണ്ട്. അപ്പം അവനൊരു ബാക്കിൽ വന്നിട്ട് അമ്മയ്ക്ക് 4 കൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കുക കൈ. അവളടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് ആദ്യം ക്രീം കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത് അമ്മ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ആദ്യം അമ്മ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ശരിയാണെങ്കിൽ നമുക്ക് പിന്നെ ക്രീം വെച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ആളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അങ്ങനെ ദേ മൈദയൊക്കെ 2-3 വട്ടം അരിച്ചെടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയില്ല, എൻ്റെ ഒരു ഊഹത്തിന് ഞാനങ്ങ് ചെയ്യുവാണ്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു, മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. അങ്ങനെ വാനില എസൻസ് ഒഴിച്ചപ്പം മോൻ ചോദിക്കുന്ന, അമ്മ എന്താ അമ്മയെ കുറച്ചേ ഒഴിച്ചോളൂന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇനി കൂടിപ്പോയാൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരുമോ എന്തോന്ന് അറിയാൻ വയ്യ. ഞാൻ അതോടെ കുറച്ചേ എടുത്തോളൂ. പിന്നെ 2 അവർ ബൂസ്റ്റ് അതിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുത്തതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് പോയിട്ടാണ് ഇതെല്ലാം എടുത്തത്. ആദ്യം ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് ഓയിൽ ഒഴിച്ചില്ല എന്നുള്ള കാര്യം ആലോചിച്ചത്. പിന്നെ കൊണ്ടുവന്നിട്ട് ഓയിലൊക്കെ ഒഴിച്ചു. എന്നിട്ട് ആ ബാറ്ററിലേക്ക് മൈദ ഇട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ മാവ് 2-3 വട്ടമായിട്ട് അതിലേക്കിട്ട് നമ്മൾ മിക്സ് എടുക്കുവാണ്. ബദ്രൂട്ടിന് അങ്ങനെ ഈ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് ചെയ്യുന്നത്. എനിക്കത് ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഞാനത് ഓർത്തത്, ഒരു സൈഡിലേക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഏതായാലും എല്ലാം കൂടെ കൂട്ടി കലക്കി എടുത്തിട്ടുണ്ട്. ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് കാറൊക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കുവാണ്. നമ്മളിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു, ശരിയാവോ ഇല്ലയോ എന്നുള്ള. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ ദോശക്കല്ലെടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിൽ ഓയിൽ തേക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓയിൽ തേച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കുക്കർ വിസിലൂരി അടച്ചു വെക്കുവാണ്. ഒരു അരമണിക്കൂർ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ ഒന്ന് ഓപ്പണാക്കി നോക്കാം, അടിക്കെങ്ങാനും പിടിക്കുമോ എന്തുവാണോ. എന്തായാലും തീ കുറച്ച് വെച്ചേക്കുവാണ്. അങ്ങനത്തെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു ഈർക്കിൽ വെച്ചിട്ട് കുത്തി നോക്കുവാണ് വെന്തോ ഇല്ലയോ എന്ന്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് കൊണ്ടാണോന്ന് അറിയില്ല, ക്ഷമ ഒട്ടും ഇല്ലായിരുന്നു. ചൂട് കംപ്ലീറ്റ് പോകാനൊന്നും നിന്നില്ല. അതിന് മുമ്പേ അത് കുത്തി എടുത്ത് ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് നടുഭാഗത്തൊന്ന് കരിഞ്ഞു പോയോന്നൊരു ചെറുതായിട്ടേ ഉള്ളൂ, വലിയ ഫ്ലേവർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എനിക്കൊന്ന് നല്ലപോലെ തണുത്തില്ല സംഭവം, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അങ്ങനെ ബദ്രൂട്ടന് ഇഷ്ടപ്പെട്ടു. അവൻ തന്നെ അച്ചാച്ചനും അച്ചാമ്മയ്ക്കും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒരു 2-3 പീസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ എടുത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തണുത്ത് രാവിലെ എടുത്തപ്പം കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചാച്ചൻ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.